ഇത് ചെല്ലപ്പെട്ടിയാണ്. പാക്കും വെറ്റയും ചുണ്ണാമ്പും എല്ലാം ഇട്ട് വെക്കുന്നത്. വെറ്റയൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കും. പാക്കൊക്കെ ചുണ്ണാമ്പ് ഇട്ട് വെക്കാൻ ഒരു കൊച്ചു വട്ടപാത്രം, കൊച്ചു അടപ്പൊക്കെയുള്ള ചുണ്ണാമ്പ് കരണ്ടുണ്ട്. പിന്നെ പാക്ക് വെട്ടിയും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതൊരു നല്ല ഒരു ചെല്ലപ്പെട്ടി എന്നാണ് ഇതിന് പറയുന്നത്. ഒരുപാട് തലമുറകൾ ഈ പാക്കും വെറ്റയൊക്കെ ഉപയോഗിച്ചവരാ മുറുക്കാനായിട്ട്. ഇതാണ് ചെല്ലപ്പെട്ടിക്ക് അടപ്പൊക്കെ ഉണ്ട്, പിടിയൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഇത് പിന്നെ പഠിക്കമാണിത്. പണ്ടുള്ള ഒരു പാത്രമാണ് ഇതൊക്കെ. ഇതാണ് തുപ്പപ്പടിക്കം. ഇതെടുത്തിപ്പോൾ ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് തുപ്പപ്പടിക്കം. കണ്ട തുപ്പപ്പടിക്കമാണിത്. മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് രാത്രിയിലൊക്കെ ആളുകൾ ദൂരെ പോയി തുപ്പാതിരിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ റോഡിലൊന്നും തുപ്പി വെക്കരുത്. പക്ഷേ അവനവൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് മര്യാദയ്ക്ക് മുറുക്കുന്നവർ അവനവൻ്റെ വീട്ടിൽ ഇരുന്ന് വേണം മുറുക്കാനൊക്കെ ചെയ്യാൻ. ഈ നാലും കൂട്ടി മുറുക്കുന്ന കണ്ട വെറ്റ, പൊയില, ചുണ്ണാമ്പ്, പാക്ക് ഇതെല്ലാം കൂട്ടി മുറുക്കുന്ന ഒരു പഴയ തലമുറ ഇപ്പോഴും ഉണ്ട്. പാക്കിടിച്ചാണ് അവർ ഉപയോഗിക്കുന്നത്. ചുണ്ണാമ്പും വെറ്റയും ഉപയോഗിക്കും. അപ്പോൾ അവർ ഒരു തരത്തിലും സമ്മതിച്ച് തരത്തില്ല പാക്ക് അല്ലെങ്കിൽ ഈ നാലും കൂട്ടി മുറുക്കുന്നത് കൊണ്ട് അസുഖങ്ങൾ വരുമെന്നുള്ളത്. അവരുടെ ഒരുപാട് പഴയ തലമുറകൾ അവരുടെ പുറമോട്ട് നിരവധി ജന്മങ്ങൾ മുറുക്കിയാണ് ജീവിച്ചതെന്നാണ് അവർ പറയുന്നത്. അവർക്കൊന്നും രോഗങ്ങൾ വന്നിട്ടില്ല എന്ന്. അപ്പോൾ എന്തൊക്കെയോ ഇതിനകത്ത് ഇല്ലേ. അപ്പോൾ ഇതൊരു മെഡിസിനാണെന്ന് കുറേ പേര് പറയുന്ന രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന്, വലിയ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന്. യഥാർത്ഥത്തിൽ ഇത് എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടേ? പാക്കൊക്കെ ഉണ്ട് കണ്ടോ. പാക്കിനൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് വെറ്റയും പാക്കുമൊക്കെ ഇതായിട്ട് കിട്ടും, പ്രസാദമായിട്ട് കിട്ടുന്ന കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ്ട് വെറ്റയുണ്ട്. നമുക്ക് വെറ്റയൊക്കെ വെച്ച് പിടിപ്പിക്കാം, പാക്കുമൊക്കെ വെച്ച് പിടിപ്പിക്കാം. വൻ വിലയാണ്, വിപണി സാധ്യതയൊക്കെ ആയിരുന്ന ഒരു കാലത്ത്. അപ്പം അന്നൊക്കെ ഒരുപാട് ആൾക്കാർ കല്യാണ സമയത്തൊക്കെ ആളുകൾക്ക് ഗസ്റ്റിന് കൊടുക്കാനായിട്ട് ഈ മുറുക്കാനും ഒക്കെ തട്ടത്തിനകത്ത് വെച്ച് കൊണ്ട് നടക്കുമായിരുന്നു. അന്നത്തെ തലമുറയിൽ എല്ലാവരും എടുത്ത് മുറുക്കുമായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. എങ്ങനെയാണ് കണ്ടെത്തുക? റിസർച്ചൊക്കെ ചെയ്യുക. പഴയ തലമുറ ഇപ്പോഴും ഉണ്ട് ഈ മുറുക്കുന്നവർ. യഥാർത്ഥത്തിൽ ഈ പ്രകൃതിദത്ത സാധനങ്ങൾ വെച്ച് മുറുക്കുന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത്. ചില മുറുക്കാനകത്തൊക്കെ ഇപ്പോഴത്തെ പാൻ പരാഗ് എന്നൊക്കെ പറയുന്നതിനകത്ത് കുറച്ച് ആളുകൾ പറയുന്നത് ബൾബ് ട്യൂബ് ലൈറ്റൊക്കെ പൊടിച്ചിട്ടിട്ട് വേറെ കെമിക്കലുകളൊക്കെ ചേർക്കുന്നെന്നാണ് പറയുന്നത്. അതേസമയം ഒറിജിനൽ അത് ഒരു മാസത്തിലൊരിക്കലോ മറ്റോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ മറ്റോ കഴിക്കുന്നത്. അന്ന് തുപ്പപ്പടിക്കവും പിന്നെ ഇതൊക്കെ സൂക്ഷിക്കാനുള്ള ഈ പാക്കും വെറ്റയൊക്കെ സൂക്ഷിക്കുന്ന പാത്രങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിരിക്കാം. വയസ്സായവരുടെയൊക്കെ ചോദിച്ചാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഞാൻ പൊയിലയും മുറുക്കിനെയും ഒന്നും പ്രോത്സാഹിപ്പിക്കുകയല്ല, നമ്മളിതൊക്കെ ഒന്ന് അന്വേഷിച്ച് രസകരമായിട്ട് വെക്കുക.